കുമരകത്ത് BJP UDF കൂട്ടുകെട്ടിൽ LDF-ന് തുടർഭരണം നഷ്ടമായി. സീറ്റുകൾ തുല്യമായതിനെ തുടർന്ന് നടന്ന നറുക്കെടുപ്പിൽ UDF സ്വതന്ത്രൻ വിജയിച്ചു. ക്വാറം തികയാത്തതിനെ തുടർന്ന് എരുമേലി പഞ്ചായത്തിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചിരിക്കുകയാണ്. ലാൽ കൃഷ്ണനാണ് അതിന്റെ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. ലാൽ, പലയിടങ്ങളിലായി ഇത്തരം ട്വിസ്റ്റുകളും ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നു. ഈ കുമരകത്ത് എന്താണ് സംഭവിച്ചത്? LDF-ന് എങ്ങനെ അവിടെ ഭരണം നഷ്ടപ്പെട്ടു? സാധാരണഗതിയിൽ നിന്ന് വ്യത്യസ്തമായ 8 അംഗങ്ങളാണ് ഇത്തവണ കുമരകത്ത് LDF-ന് ഉണ്ടായിരുന്നത്. അതിൽ കൂടുതൽ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ഒരു പ്രദേശമാണ്. പക്ഷേ 8 അംഗങ്ങളുണ്ടെങ്കിലും അംഗബലത്തിൽ ഏറ്റവും കൂടുതൽ LDF തന്നെയായിരുന്നു. അതുകൊണ്ട് ആത്മവിശ്വാസത്തിലായിരുന്നു. തൊട്ട് പിന്നാലെയുള്ളത് 5 അംഗങ്ങളുള്ള UDF-ഉം 3 അംഗങ്ങളുള്ള BJP-യുമായിരുന്നു. സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച സമയത്ത് UDF-ഉം സ്വാഭാവികമായിട്ട് അവിടെ സ്വതന്ത്രമായി മത്സരിച്ച് ജയിച്ചിരുന്ന ഗോപിയെ തങ്ങളുടെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുകയായിരുന്നു. UDF സ്വതന്ത്രനായിട്ടാണ് ഗോപി മത്സരിച്ച് ജയിച്ചത്. തൊട്ടു പിന്നാലെ അപ്രതീക്ഷിതമായി BJP ഗോപിക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്തെത്തി. ഇതോടുകൂടി 8-8 എന്ന നിലയിലേക്ക് അംഗബലം മാറുകയായിരുന്നു. അതിനെ തുടർന്നാണ് ഒരു വോട്ടെടുപ്പിലേക്ക് കാര്യങ്ങൾ പോയത്. ലോട്ടിലേക്ക് കാര്യങ്ങൾ പോയത്. ലോട്ട് എന്ന് പറഞ്ഞ് നറുക്കിട്ട വഴി തന്നെ ഗോപിക്കാണ് ഇത്തവണ ഭാഗ്യം തുണച്ചത്. അതോടുകൂടി CPM വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിന്റെ കളം അവിടെ മാറ്റുകയായിരുന്നു. കാരണം തിരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിൽ പോലും ഈ തരത്തിലൊരു ബന്ധം അവിടെ ഉണ്ടായിരുന്നു. പലയിടങ്ങളിലും LDF-ന്റെ സ്ഥാനാർത്ഥികൾക്കെതിരെ മത്സരിക്കാൻ ഒന്നിലെ BJP സ്ഥാനാർത്ഥി അല്ലെങ്കിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി എന്നതായിരുന്നു നില. ഇരുവരും ഒരുമിച്ച് മത്സരിക്കുന്ന ഇടങ്ങൾ ഉണ്ടായിരുന്നു പോലുമില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. അഥവാ ഉണ്ടായിരുന്നെങ്കിൽ അവിടെ ഗണ്യമായ വോട്ട് കുറഞ്ഞു പോയത് UDF-നാണെന്നും അവിടെ BJP ജയിപ്പിക്കുന്ന സ്ഥിതി ഉണ്ടായിരുന്നു എന്നുള്ള ആരോപണങ്ങളെല്ലാം ഉണ്ടായി. എന്താണെങ്കിലും സംഭവത്തിൽ ഗോപിയുടെ മറുപടി എന്ന് പറയുന്നത് താനൊരു സ്വതന്ത്രനാണ്, തന്നെ ആർക്കും പിന്തുണയ്ക്കാം, അങ്ങനെ പിന്തുണച്ച് കിട്ടിയതിനെ താൻ സ്വീകരിച്ചു, അത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ്. നേരെ മറിച്ച് എരുമേലിയിലേക്ക് പോകുമ്പോൾ അവിടെ അവസ്ഥ കുറെ കൂടി മാറ്റമുണ്ട്. കാരണം 14 പേരുടെ പിന്തുണ UDF-നുണ്ട്. അതായത് കൃത്യമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് ഭരിക്കാം എന്ന നില പോലും UDF-ന് അവിടെയുണ്ട്. തൊട്ട് പിന്നാലെയുള്ള LDF-ന് 7 സീറ്റുകളാണുള്ളത്. BJP-ക്ക് 2 സീറ്റുകളുണ്ട്. പക്ഷേ അവിടെയുള്ള പ്രസിഡന്റ് സ്ഥാനം എന്ന് പറയുന്നത് റിസർവ് ചെയ്ത് വെച്ചിരിക്കുന്നത്, അത് പട്ടികവർഗത്തിന് റിസർവ് ചെയ്തതാണ്. പക്ഷേ നിർഭാഗ്യവശാൽ UDF-ന് പട്ടികവർഗത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചെടുക്കാൻ സാധിച്ചില്ല. നേരെ മറിച്ച് CPM-നും ഒരു ആളുണ്ട്, BJP-ക്കും ഒരാളുണ്ട്. അതുകൊണ്ട് തന്നെ BJP-യോ CPM-ഓ പഞ്ചായത്ത് പ്രസിഡന്റ് ആകും എന്നൊരു നില തന്നെയാണ് വന്നത്. അതുകൊണ്ട് തന്നെയാണ് 14 പേരുടെ അംഗബലം ഉണ്ടായിട്ടും ഒറ്റയ്ക്ക് ഭരിക്കാവുന്ന നിലയുണ്ടായിട്ടും ഭരണത്തിൽ കയറാൻ കഴിയില്ല, അല്ലെങ്കിൽ പ്രസിഡന്റ് തന്റെ ആളാകില്ല എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് പൂർണ്ണമായും വിട്ടുനിൽക്കാം എന്ന് തീരുമാനിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ കോറം തികഞ്ഞില്ല എന്ന കാരണത്താൽ ഇന്ന് ഇലക്ഷൻ മാറ്റിവെച്ചു. ഇലക്ഷൻ 29-ാം തീയതി രാവിലെ 10 മണിക്കത്തേക്കാണ് മാറ്റിവെച്ചത്. അന്ന് UDF വിട്ടുനിന്നാലും കാര്യമില്ല. കാരണം ചട്ടപ്രകാരം 2ാമത്തെ ദിവസവും പ്രമുഖ കക്ഷികളടക്കം കോറം തികയാതെ പോവുകയാണെങ്കിൽ ഉള്ളവരെ വെച്ച് തിരഞ്ഞെടുപ്പ് നടത്താം എന്നുള്ളതാണ് നിയമം പറയുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അംഗബലത്തിന്റെ കാര്യത്തിൽ കൂടുതലാണെങ്കിൽ പോലും എരുമേലി പഞ്ചായത്ത് UDF-ന് കിട്ടില്ല എന്ന് തന്നെയാണ് തെളിയുന്നത്. നേരെ മറിച്ച് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള ഇലക്ഷനിൽ അവർ മത്സരിക്കുന്നുണ്ട് എന്നതും ശ്രദ്ധേയമായ കാര്യം തന്നെയാണ്. കോട്ടയത്ത് തന്നെ കരൂർ എന്ന് പറഞ്ഞ പഞ്ചായത്തിലും ഇതുപോലെ രസകരമായ ഒരു സംഭവം ഉണ്ടായത്. 7-7 എന്ന നിലയിലായിരുന്നു LDF-ഉം UDF-ഉം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആര് ഭരിക്കും എന്നൊരു കൺഫ്യൂഷൻ അവിടെ ഉണ്ടായിരുന്നു. അപ്രതീക്ഷിതമായിട്ട് UDF-ന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്ന പ്രിൻസ് LDF-ന് പിന്തുണ പ്രഖ്യാപിച്ച അവിടെ എത്തിയതോടുകൂടി ഭരണം LDF-നെ തുണയ്ക്കുന്ന ഒരു നിലയും ഉണ്ടായി. അങ്ങനെ ഒരുപാട് ട്വിസ്റ്റുകളും നാടകീയതയും നിറഞ്ഞതായിരുന്നു ഇന്നത്തെ ദിനം കോട്ടയത്തെ സംബന്ധിച്ച്. ലാൽകൃഷ്ണനാണ് കോട്ടയത്ത് വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും ജനവിധി എന്താണോ അത് മാനിക്കുക എന്നുള്ളതാണ്. അതിപ്പോൾ തോൽവിയായാലും ജയമായാലും അത് മാനിക്കുക, അത് അംഗീകരിക്കുക എന്നുള്ളതാണ് ജനാധിപത്യത്തിന്റെ ഭംഗി. പക്ഷേ ഈ രീതിയിൽ ഈ അവസാന ഘട്ടത്തിൽ പോലും അത്തരത്തിൽ പല കൂറുമാറലുകളും ട്വിസ്റ്റുകളൊക്കെ സംഭവിക്കുന്നത് ദൗർഭാഗ്യകരമാണെന്ന് പറയാതെ വയ്യ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.